എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് 59 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഇൻ്റർസെക്റ്റ് അറ്റ് PQRS. അതായത് ABCD എന്ന ക്വാഡ്രിലാറ്ററിൽ ആംഗിൾ എയുടെ ബൈസെക്ടറിനെ നമ്മൾ സമഭാജി എന്ന് പറയും. ബൈസെക്ടറാണിത്. ബിയുടെ ബൈസെക്ടർ, സിയുടെ ബൈസെക്ടർ, ഡിയുടെ ബൈസെക്ടർ. ഇവയെല്ലാം പരസ്പരം മുറിച്ച് കടക്കുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് PQRS. നമുക്ക് തെളിയിക്കേണ്ടത് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. PQRS ഒരു ചക്രീയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത്. ടെക്സ്റ്റിലെ അതേ ചിത്രം ഞാനിവിടെ വരച്ചു. നമുക്ക് PQRS സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത്. ആ തെളിയിക്കാൻ നമുക്ക് എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ നമുക്ക് ആംഗിൾ എസ്, ഈ ആംഗിളും അതിൻ്റെ എതിർ ആംഗിൾ ഏതാണ്? ആംഗിൾ Q. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കാം. അത് തെളിയിക്കാൻ ഞാൻ ആംഗിൾ A2A എന്നെടുക്കുന്നു. ലെറ്റ് ആംഗിൾ എ എന്താണ്? 2A. ആംഗിൾ B 2B. ആംഗിൾ C 2C. ആംഗിൾ D 2D. അപ്പോൾ ആംഗിൾ A2A ആണല്ലോ. ഈ AS എന്ന ലൈൻ ആംഗിൾ എയുടെ ബൈസെക്ടറാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് ആംഗിൾ എ മുഴുവൻ 2A ആകുമ്പോൾ ഈ ഓരോ ആംഗിളും എത്രയായിരിക്കും? A. അതേപോലെ ആംഗിൾ B 2B ആണ്. അപ്പോൾ ഈ ഓരോ ആംഗിളും B. ഇങ്ങനെ ഓരോ ആംഗിളും A ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ആംഗിൾ A = 2A എന്ന് തന്നെ എടുത്തത്. അല്ലെങ്കിൽ ആംഗിൾ A വെറുതെ A എന്ന് എടുക്കുമ്പോൾ ഈ ഓരോ ആംഗിളും എയുടെ പകുതി A/2 ആകത്തില്ലേ? അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആംഗിൾ C 2C ആയപ്പോൾ ഈ ഓരോ ആംഗിളും C ആണ്. അതേപോലെ ഈ ആംഗിൾ D, ഈ ആംഗിൾ D. ഇനി ആംഗിൾ A 2A, ആംഗിൾ B 2B, ആംഗിൾ C 2C, ആംഗിൾ D 2D എന്നാണ് എടുത്തത്. അപ്പം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ത് വരും? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 360. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D = 360. ആംഗിൾ A നമുക്ക് എത്രയാണെന്നാണ് കിട്ടിയത്? 2A എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ? 2A പ്ലസ് 2B പ്ലസ് 2C പ്ലസ് 2D = 360. ഇവിടുന്ന് എല്ലാം 2 പുറത്തെടുക്കാം. അപ്പോൾ എൻ്റെ പേര് 2 × A പ്ലസ് B പ്ലസ് C പ്ലസ് D = 360. അതായത് 2 × A 2A, 2 × B 2B, 2 × C 2C, 2 × D 2D. ഇത് തന്നെ തിരിച്ച് കിട്ടും. ഇവിടെ 2 × എന്നാണ്. ഇവിടെ ഇൻറ്റുവിന് ചിഹ്നം ഇട്ടില്ലെങ്കിലും ഇതിൻ്റെ അർത്ഥം. അപ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ത് വരും? 360 ഗുണിക്കണം 2 സമത്തിനിപ്പുറം വരുമ്പോൾ ഹരിക്കണം 2. 360നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 180. ഇങ്ങനെ നേരിട്ട് ഹരിക്കാൻ പറ്റത്തില്ലെങ്കിൽ സൈഡിൽ 360നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D 180. ട്രയാങ്കിൾ ASD നമുക്കൊന്ന് പരിഗണിക്കാം. ഇൻ ട്രയാങ്കിൾ ASD ആംഗിൾ SAD എത്രയാണ്? ആംഗിൾ SAD A ആണല്ലേ? SAD. അതേപോലെ ആംഗിൾ SDA എന്താണ്? ആംഗിൾ SDA D ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ Aയും ഈ ആംഗിൾ Dയുമാണ്. 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ ASD എന്ത് വരും? ആംഗിൾ ASD =
മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും നമുക്കറിയാം. അപ്പം മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് എ പ്ലസ് ഡി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആംഗിൾ എ എസ് ഡി 180 മൈനസ് എ പ്ലസ് ഡി ആണ് ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾ എതിർ കോണുകളാണല്ലോ, അപ്പോൾ തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ ആംഗിൾ പി എസ് ആർ എന്ത് വരും? ആംഗിൾ പി എസ് ആർ ഈ ആംഗിൾ തന്നെ വരും 180 മൈനസ് എ പ്ലസ് ഡി. ഇനി അതേപോലെ തന്നെ ട്രയാങ്കിൾ ബി ക്യു സി പരിഗണിക്കാം. ഇൻ ട്രയാങ്കിൾ ബി ക്യു സി ആംഗിൾ ക്യു ബി സി ബി ആണ്, ആംഗിൾ ക്യു സി ബി സി ആണ്. ആംഗിൾ ക്യു ബി സി ബി ആണ്, ആംഗിൾ ക്യു സി ബി സി ആണ്. അപ്പോൾ ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ആംഗിൾ ബി ക്യു സി സമയം എന്ത് വരും? മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180യിൽ നിന്ന് ഇത് രണ്ടും കൂട്ടുന്നത് കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ ബി ക്യു സി ഈക്വൽ ടു 180 മൈനസ് ബി പ്ലസ് സി. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ട എന്തിനാണ്? ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഈ രണ്ട് ടേമിനും മൈനസ് ബാധകമാണ്. അതാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടത്. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ ബി ക്യു സി 180 മൈനസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? ആംഗിൾ പി ക്യു ആർ. ഇത് രണ്ടും എന്ത് കോണുകളാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകളാണ്. അപ്പോൾ ആംഗിൾ പി ക്യു ആറും 180 മൈനസ് ബി പ്ലസ് സി വരും. അപ്പോൾ ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 180 മൈനസ് ബി പ്ലസ് സി. ഇനി പി ക്യു ആർ എസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എതിർ കോണുകളായ ആംഗിൾ പി എസ് ആറും ആംഗിൾ പി ക്യു ആറും കൂട്ടിയാൽ 180 ആണെന്ന് തെളിയിച്ചാൽ പോരെ? ആംഗിൾ പി എസ് ആർ 180 മൈനസ് എ പ്ലസ് ഡി ആണെന്നും ആംഗിൾ പി ക്യു ആർ 180 മൈനസ് ബി പ്ലസ് സി ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ പി ക്യു ആർ 180 മൈനസ് എ പ്ലസ് ഡി പ്ലസ് 180 മൈനസ് ബി പ്ലസ് സി. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 180 മൈനസ് കൊണ്ട് ഈ എയും ഡി എയും ഗുണിച്ചാൽ എയും പോസിറ്റീവാണ് ഡിയും പോസിറ്റീവാണ്, രണ്ടും മൈനസ് ആവും. മൈനസ് എ മൈനസ് ഡി പ്ലസ് 180 മൈനസ് ബി മൈനസ് സി. 180 കൂട്ടിയാൽ 360 ആണ്. പിന്നെ എല്ലായിടത്തും മൈനസ് ഉണ്ട്. അപ്പം ഞാൻ മൈനസ് വെളിയിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി. നോക്കിക്കേ, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇതെല്ലാം മൈനസ് ആയിട്ട് വരും. മൈനസ് എ മൈനസ് ഇൻറ്റു ഡി മൈനസ് ഡി മൈനസ് ഇൻറ്റു ബി മൈനസ് ബി മൈനസ് ഇൻറ്റു പ്ലസ് സി അല്ലേ, മൈനസ് സി. അതായത് ഇതെല്ലാം പ്ലസ് ആണ്. ഈ പ്ലസ്സിനെ എല്ലാം മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ വീണ്ടും മൈനസ് ആയിട്ട് വരും. അപ്പോൾ അതായത് മൈനസും പ്ലസ്സും ഗുണിച്ചാൽ മൈനസ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ ഗുണിക്കുമ്പോൾ മൈനസ്, ഒരേ ചിഹ്നങ്ങൾ ഗുണിക്കുമ്പോൾ പോസിറ്റീവ്. ഇതെന്ത് വരും? 360 മൈനസ്, പിന്നെ ഒരു ഓർഡറിൽ എഴുതിയാൽ എന്ത് വരും? എ കഴിഞ്ഞ് ബി എഴുതുന്നു. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി നമുക്ക് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 180. 160 മൈനസ് 180. 360 നിന്ന് 180 കുറച്ചാൽ എത്രയാ? 180. അപ്പോൾ എതിർ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു. അപ്പം പി ക്യു ആർ എസ് എന്താണ്? പി ക്യു ആർ എസ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. പി ക്യു ആർ എസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ടു സർക്കിൾസ് ബിലോ intersect at P, Q and
Lines through these points meet the circle at A, B, C, D. The lines AC and BD are not parallel. ACയും BDയും പാരലൽ അല്ല. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. ഇവിടെ AC and BD are not parallel. ACയും BDയും പാരലൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. പാരലൽ അല്ല, പക്ഷേ ACയും BDയും ഈക്വലാണ്. കണക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ച ട്രപ്പീസിയം, ലംബകം, ഐസോസെലസ് ട്രപ്പീസിയം, സമപാർശ്വ ലംബകം എന്താണെന്ന് ഒരിക്കൽ കൂടി ഓർക്കാം. PQRS ഒരു ട്രപ്പീസിയമാണ് എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ എന്തായിരിക്കും? പാരലലായിരിക്കും. അതായത് ഇപ്പം ഇവിടെ PQവും SRും പാരലലാണ്. അപ്പോൾ ആംഗിൾ P പ്ലസ് ആംഗിൾ S എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ Q പ്ലസ് ആംഗിൾ Rും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ പാരലലായിരിക്കണം. ഈ രണ്ട് ആംഗിളും കൂട്ടിയാൽ 180 ആയിരിക്കും. ഇനി ഇത് ഐസോസെലസ് ട്രപ്പീസിയം ആകണമെങ്കിൽ നോൺ പാരലൽ സൈഡ്സ്, പാരലൽ അല്ലാത്ത സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനും കൂടെ ശരിയാകുകയാണെങ്കിൽ PQRS ഐസോസെലസ് ട്രപ്പീസിയമായി. ഇനി നമുക്ക് നമ്മുടെ കണക്കിലേക്ക് വരാം. ടെക്സ്റ്റിൽ അതേ ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ഈ Pയും Qവും കൂടി യോജിപ്പിക്കുന്നു. അപ്പോൾ ABQP എന്തായി? സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. ഞാൻ ഈ ആംഗിൾ A X എന്നെടുക്കുന്നു. അപ്പോൾ ലെറ്റ് ആംഗിൾ A ഈക്വൽ ടു X. പിന്നെ ABQP എന്താണ്? ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Pയും Qവും സർക്കിളിലെ പോയിൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ABQP എല്ലാം സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ABQP സൈക്ലിക്കാണ്. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ X ആണെങ്കിൽ ആംഗിൾ BQP എത്രയായിരിക്കും? ഈ ആംഗിൾ ഇതും കൂടെ കൂട്ടിയാൽ 180 വേണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇത് 180 മൈനസ് X ആയിരിക്കും. ആംഗിൾ BQP 180 മൈനസ് X. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? X പ്ലസ് 180 മൈനസ് X. മൈനസ് Xും പ്ലസ് Xും വെട്ടിപ്പോയി 180 വരും. ഇനി ആംഗിൾ BQP 180 മൈനസ് X ആകുമ്പോൾ ആംഗിൾ PQD എന്ത് വരും? ഈ PQDCയും എന്താണ്? സൈക്ലിക് ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. കാരണം Pയും Qവും Cയും Dയും ഒക്കെ സർക്കിളിലെ പോയിൻ്റ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. PQDC ഈസ് സൈക്ലിക്. അപ്പോൾ ആംഗിൾ PQD എന്ത് വരും? ഈ ആംഗിളും ഇതും ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ നേരത്തെ ഇവിടെ X, ഇത് 180 മൈനസ് X, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടുന്നെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് 180 മൈനസ് X. അപ്പം 180 കിട്ടാൻ ഈ ആംഗിൾ എത്രയായിരിക്കണം? X. കാരണം 180 മൈനസ് Xും Xും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ആംഗിൾ PQD X. അപ്പോൾ PQDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് എതിർ കോണുകൾ കൂട്ടിയാൽ 180 അല്ലേ. അപ്പോൾ ആംഗിൾ C എന്ത് വരും? ഇത് X. ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ എന്ത് വരും? 180 മൈനസ് X. നേരത്തെ പറഞ്ഞ തന്നെ Xും 180 മൈനസ് Xും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ആംഗിൾ PQD X ആണ്. അപ്പോൾ ആംഗിൾ C എന്ത് വന്നു? 180 മൈനസ് X. നമുക്ക് തെളിയിക്കേണ്ടത് ABDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്. അപ്പം നമുക്കിവിടെ ആംഗിൾ A പ്ലസ് ആംഗിൾ C എത്രയാണ്? ആംഗിൾ A X ആണ്.
ആംഗിൾ സി 180 മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സും 180 മൈനസ് എക്സും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. എക്സും മൈനസ് എക്സും വെട്ടിപ്പോവും, അപ്പം 180. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു ആംഗിൾ പിയും ആംഗിൾ എസ്സും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പം പി ക്യൂവും എസ് ആറും പാരലൽ ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180 ആണ്. അപ്പം എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എ ബി പാരലൽ എന്നിങ്ങനെ എഴുതും. എ ബി പാരലൽ സി ഡി. അതായത് രണ്ട് വരകളെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് ആംഗിൾസും കൂട്ടിയാൽ 180 ആണെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ എ ബിയും സി ഡിയും പാരലലാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ സിയും ബി ഡിയും പാരലൽ അല്ല, പക്ഷെ അത് തുല്യമാണ്. അപ്പോൾ എ സി ഈക്വൽ ടു ബി ഡി. ഒരു ജോഡി എതിർവശങ്ങൾ പാരലലാണ്. പാരലൽ അല്ലാത്ത വശങ്ങൾ തുല്യവുമാണ്. അപ്പോൾ എ ബി ഡി സി ഐസോസെലസ് ട്രപ്പീസിയമാണ്. ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ജോഡി എതിർവശങ്ങൾ പാരലലായിരിക്കും, പാരലൽ അല്ലാത്ത വശങ്ങൾ തുല്യവുമായിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലാണ് ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ നമുക്ക് എ ബി ഡി സി എന്താണെന്ന് കിട്ടി? ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് കിട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? എ ബി ഡി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാം. അപ്പോൾ എ ബി ഡി സി ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞല്ലോ. ഐസോസെലസ് ട്രപ്പീസിയം ആവുമ്പോൾ ഈ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായിരിക്കും. ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് തെളിയിക്കാൻ ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ ആണെന്നും നോൺ പാരലൽ സൈഡ്സ് തുല്യമാണെന്നും തെളിയിച്ചാൽ മതി. അപ്പോൾ ഇത് എ ബി ഡി സി ഐസോസെലസ് ട്രപ്പീസിയം ആകുമ്പോൾ ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ എ എക്സ് ആകുമ്പോൾ ആംഗിൾ ബിയും എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. എ ബി ഡി സി ഈസ് എ ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയം ആർ സൈക്ലിക്. Therefore എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതെങ്ങനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതെന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180 ആണ് കിട്ടിയത്. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണ് കിട്ടിയത്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ലേ? തുല്യമാണ്. അപ്പോൾ ആംഗിൾ എയുടെ കൂടെ ആംഗിൾ സി കൂട്ടിയാൽ 180. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് ആംഗിൾ എക്ക് പകരം ആംഗിൾ എക്ക് തുല്യമായ ആംഗിൾ ബി ഞാൻ ചേർക്കുന്നു. അപ്പോൾ പ്ലസ് ഈ ആംഗിൾ സിക്ക് മാറ്റമൊന്നുമില്ല. ഇത് എന്തിന് തുല്യമായിരിക്കും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണ്. ആംഗിൾ എക്ക് തുല്യമായ ആംഗിൾ ബി ആണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും എന്ത് തന്നെയാണ്? 180 ആണ്. അപ്പോൾ ഈ എ ബി ഡി സിയിൽ എതിർകോണുകൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി കൂട്ടിയാൽ 180 ആണ്. അതുകൊണ്ട് എ ബി ഡി സി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് intersect the middle circle at PQRS. The line joining them meet the left and right circles at ABCD. Prove that ABDC is a cyclic quadrilateral. ടെക്സ്റ്റിലെ അതേ ചിത്രം തന്നെ ഞാനിവിടെ വരച്ചു. ഞാനിവിടെ PQ യോജിപ്പിക്കുന്നു, RS യോജിപ്പിക്കുന്നു. അപ്പോൾ ABQP ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. PQSR ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. RSDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. നമുക്ക് തെളിയിക്കേണ്ടത് ABDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ഏതൊക്കെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ABQP, പിന്നെ PQSR, പിന്നെ RSDC. ഇതൊക്കെ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ.
ഇനി നമുക്ക് ABDC ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കേണ്ടത് എളുപ്പമാണ്. ലെറ്റ് ആംഗിൾ A ഈക്വൽ ടു എക്സ്. ആംഗിൾ A എക്സ് ആകുമ്പോൾ ABQP സൈക്ലിക് അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ കൂട്ടിയാൽ 180 അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇതെത്ര വരും? 180 മൈനസ് എക്സ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അപ്പോൾ എത്ര കിട്ടും? 180. മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി അല്ലേ? ഇതും ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. കൂട്ടിയാൽ 180 അപ്പോൾ ഇതെത്ര വരും? എക്സ്. ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടും. 180 മൈനസ് എക്സ് പ്ലസ് എക്സ് 180 അല്ലേ? പിന്നെ PQSR സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര വേണം? 180. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇതെന്ത് വരും? 180 മൈനസ് എക്സ്. ഇതും എന്താണ്? ലീനിയർ പെയർ ആണല്ലേ? അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആകുമ്പോൾ ആംഗിൾ SRC എന്ത് വരും? എക്സ്. വീണ്ടും RSDC സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആകുമ്പോൾ ആംഗിൾ D എന്ത് വരും? 180 മൈനസ് എക്സ്. എന്താണ്? RSDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ABDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കാനല്ലേ? അപ്പോൾ ആംഗിൾ A എക്സ് എന്നും ആംഗിൾ D 180 മൈനസ് എക്സ് എന്നും കിട്ടി. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ത് വരും? എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. ഇവിടെ പ്ലസ് എക്സും ഇവിടെ മൈനസ് എക്സും ക്യാൻസൽ ആയി പോവല്ലോ. അപ്പോൾ 180. ABDCയുടെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയപ്പോൾ 180. അതുകൊണ്ട് ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ.